കഴുത്ത് വേവിച്ചിട്ടുണ്ടല്ലോ മണ്ടാരം. കറിയിലെ മുളകില്ലേ കടിച്ചു സൂപ്പർ. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ എൻ്റെ ആദ്യത്തെ 2 സംഭാഷണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ കഴുത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ പണി കിട്ടി. സോ അതിനെക്കുറിച്ച് സംസാരിക്കൽ പ്ലസ് ഒരു ഫുഡ് അടി വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ലെറ്റ്സ് ഗോ, നമുക്ക് കഴിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിലൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. യൂട്യൂബ് എന്നല്ല ഗൈസ്, മൊത്തമായിട്ട് ഞാൻ കിടപ്പിലായിരുന്നു. പവനായി ശവമായി എന്നുള്ള അവസ്ഥയിലായിരുന്നു. ഒന്ന് എണീറ്റ് ഇരിക്കാനോ നടക്കാനോ പ്രോപ്പറായിട്ട് ഫുഡ് പോലും എനിക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഗൈസ്. ഞാനാണെങ്കിൽ മറ്റേ മീശമാധവനിലെ പിള്ളേച്ചൻ്റെ അവസ്ഥയായോ എനിക്ക്, ഇനി എൻ്റെ കഴുത്ത് പോയോ ഈശ്വര എന്നൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എൻ്റെ കിടപ്പിൻ്റെ എന്തോ ശരിയല്ലായ്മയാണ്. ഒന്നുമില്ലെങ്കിൽ എൻ്റെ തലേനയുടെ പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ ബെഡിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഞാൻ മറ്റേ വർക്കും പിന്നെ വന്നിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ സ്ട്രെയിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു ഇതിൽ കിട്ടിയതാണ് ഈ പണിയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പെയിൻ കില്ലേഴ്സ് എടുത്ത് നോക്കി. പക്ഷെ എനിക്ക് വേദന ചെറുതായി കുറയുന്നുണ്ടായിരുന്നു. ബട്ട് നൈറ്റ് ആകുമ്പോൾ വീണ്ടും എനിക്ക് പെയിൻ വരും. അങ്ങനെ ഞാൻ ഇന്നലെ ഫൈനലി പോയി ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ദിസ് ഈസ് ജസ്റ്റ് എ മസിൽ സ്പാസം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, ഒരു പൊസിഷനിൽ ഇരുന്നാൽ നമ്മൾ അതിൽ തന്നെ കുറേ നേരം ഇരുന്നിട്ട് ചെയ്യും. അപ്പോൾ അതിൽ വരുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ എൻ്റെ മസിൽ നല്ല രീതിയിൽ ഡാമേജ് ആയി. സോ അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. മീശമാധവനിലെ സെയിം പുരുഷുമാണ് ഗൈസ് ഞാൻ. അപ്പോൾ ഡോക്ടർ എനിക്ക് മെഡിസിൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഞാൻ ഒരു ദിവസത്തെ മെഡിസിൻ എടുത്തു. ഇന്ന് എൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇപ്പോഴും എനിക്ക് പെയിൻ ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, ഇന്നെങ്കിലും ഇത് നിങ്ങളോട് വന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ ഒറ്റ പോക്കങ്ങ് പോയി. ഇത് ഞാൻ അങ്ങനെ പോയില്ല ഗൈസ്. ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. നമ്മൾ എല്ലാ കരുത്തും വീണ്ടെടുത്ത് വീണ്ടും തിരിച്ചെത്തുന്നതായിരിക്കും ഗൈസ്. സോ ഞാൻ വിചാരിച്ചു ഈ കാര്യം ഫുഡ് അടിയിലൂടെ നിങ്ങളോട് പറയാമെന്ന്. ബിക്കോസ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യം ഫുഡ് അടി തന്നെയാണ്. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പം ശരിക്കും ഇരുന്ന് ഫുഡ് പോലും കഴിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ടോട്ടലി തകർന്ന് തരിപ്പണായിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷെ ഇപ്പം ചെറുതായിട്ടൊരു മാറ്റം ഉണ്ട് എൻ്റെ പെയിനിന്. ആൻഡ് ചെറുതായിട്ട് വർക്കൗട്ടൊക്കെ കഴുത്തിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചെറുതായി ചെയ്ത് തുടങ്ങി. അങ്ങനെ നമ്മൾ ഡോക്ടറിനെയൊക്കെ കാണിച്ച് വരുന്ന വഴി ഫുഡ് വാങ്ങിയിട്ട് വന്നു. ബിക്കോസ് ഫുഡ് മുഖ്യം. ബിഗിലെ ചപ്പാത്തി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, ചിക്കൻ വറുത്തരച്ചതുണ്ടായിരുന്നു, ചിക്കൻ കുറുമ ഉണ്ടായിരുന്നു, ആൻഡ് പനീർ ഷെസ്വാൻ ഉണ്ടായിരുന്നു. കറിയിലെ മുളകില്ലേ കടിച്ചു സൂപ്പർ. വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ ഞാൻ അമ്മൂമ്മയോട് പറയായിരുന്നു, ആ കറിയിലെ മുളക് കടിച്ചു തിന്നപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് എന്ന്. സത്യം പറഞ്ഞാൽ ഗൈസ്, ഈ ഫുഡ് കഴിച്ചപ്പം കുറച്ച് നേരത്തിന് ഞാൻ എൻ്റെ വേദന മറന്നു എന്ന് വേണം പറയാൻ. നല്ല യമ്മി ഫുഡ് ആയിരുന്നു കേട്ടോ. നമ്മൾ പനീർ കറി വാങ്ങിയത് പുതിയൊരു ഹോട്ടലിൽ നിന്നാണ്. ഉടുപ്പി ഹോട്ടൽ ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പനീർ നമ്മൾ അവിടെ നിന്നായിരുന്നു വാങ്ങിയത്. 150 rupees ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ട്. അത് നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ ഗൈസ്, അവർ നമ്മുടെ നാട്ടുകാരാണ്, പാലക്കാടുകാരാണ്. അപ്പോൾ അവർക്ക് പാലക്കാട്, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ അങ്ങനെ കുറേ സ്ഥലത്ത് അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട് എന്നാണ് പറഞ്ഞ് ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയതാണ്. ആൻഡ് ചിക്കൻ കറിയും പൊറോട്ട ചപ്പാത്തിയൊക്കെ നമ്മൾ ആസ് യൂഷ്വൽ വേറൊരു കടയിൽ നിന്നാണ് വാങ്ങാറ്. അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത്. എല്ലാം അടിപൊളിയായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ചാ ചാ.